നിങ്ങൾക്ക് അതിശയോക്തി ഉണ്ടാകും. നോക്കൂ, നിങ്ങൾ ഇവിടെ പ്രഭാഷണത്തിന് കൊണ്ടുവന്ന മൂസ സലാഹി എന്ന് പറയുന്ന മൗലവി, അദ്ദേഹം നമ്മളുടെ കത്തോ അല്ലെങ്കിൽ നമ്മൾ സംവാദത്തിന് വെല്ലുവിളിച്ചതോ അതൊരു പുച്ഛമായി കാണുകയാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ 5ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ. 5ാം ക്ലാസ്സിലെത്തിയ ആളുകൾക്ക് കാര്യം തിരിയില്ലല്ലോ. ഒരു 10ാം ക്ലാസ്, ഒരു +2 ഒക്കെ കഴിഞ്ഞാലേ കാര്യം തിരിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം തിരിയാത്ത ആളുകൾക്ക് കാര്യം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ആ സംവാദത്തിനല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ പഠിപ്പിക്കലാണ്. അദ്ദേഹം മനസ്സിലായില്ലേ? ഇന്ന് ഞങ്ങൾ വെക്കുക, നാളെ നിങ്ങൾ വെക്കുക. ഇത് മുസ്ലിയാരെ പഠിപ്പിക്കലാണ്. അങ്ങനെയാണ് ട്യൂഷൻ ക്ലാസ് കൊടുത്തിട്ടും ട്രെയിനിങ് കൊടുത്തിട്ടും ഒക്കെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ച് ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. അപ്പോഴല്ലേ സംവാദം. ഇപ്പൊ 5ാം ക്ലാസ്സിൽ എത്തിയ ഒരു കുട്ടി, ആ 5ാം ക്ലാസ്സിൽ എത്തിയ കുട്ടിക്ക് സിലബസ് ഒന്നും പഠിപ്പിച്ചു കൊടുക്കാതെ നേരെ പരീക്ഷ ആൾ കേട്ടാണ് പരീക്ഷ നടത്തിയിട്ട് എന്ത് ഫലം കിട്ടാനാ? അപ്പൊ ഞങ്ങൾ നിങ്ങളെ ആ ഒരു ലെവലിൽ കണ്ട് ഇങ്ങനെ പഠിപ്പിക്കുക. മുഖാമുഖത്തിലൂടെ പഠിപ്പിച്ചു, ഇപ്പതാ ഇന്നത്തെ ഈ മറുപടിയിലൂടെ പഠിപ്പിച്ചു. നിങ്ങൾക്കിത് ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ടോ, ത്രാണിയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് അതിനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കും. നിങ്ങളെ പറ്റുമെങ്കിലേ നമ്മളെ കത്തിനൊരു പുല്ല് വില കൽപ്പിക്കാതെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അതിന് പറ്റുമോ നോക്കട്ടെ എന്ന്. നോക്കൂ, നിങ്ങൾ നമ്മുടെ ആദർശ വിശദീകരണ സമ്മേളനത്തിന് സംസാരിക്കാൻ വന്ന നമ്മുടെ ഇസ്തിഖാമയുടെ നേതാവായ അഷ്റഫി കക്കുപ്പടി, അദ്ദേഹം അവരുടെ സംവാദത്തിന് കൃത്യമായി വെല്ലുവിളിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇവിടെ വെച്ചുകൊണ്ട് നമ്മളെ കുറെ സംവാദമൊക്കെ ഉണ്ടായില്ലേ? ചെറുപാടിന്റെ ഭാഗമായിട്ട് സംവാദം ഉണ്ടാകട്ടെ. വിധേയത്തിനെ കുറിച്ചൊരു സംവാദം നടത്താൻ ഞാൻ എല്ലാ പ്രശ്നം തീരുള്ളൂ. വിധേയത്തിന്റെ പ്രശ്നം കഴിഞ്ഞാൽ നബിദിനാഘോഷ പ്രശ്നം കഴിഞ്ഞു, മരിച്ചോടത്തുള്ള ഓത്ത് കഴിഞ്ഞു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറിച്ച് ഒരു വിധേയത്തെ ആരോപിക്കുന്നുണ്ട്. ഞാനിവിടെ ചെറുവാടിയിലെ ഇവിടെ പ്രോഗ്രാം നടത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ചോദിക്കുന്നു, വിധേയത്തിനെ കുറിച്ച് കൊണ്ട് സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. ഈ പ്രശ്നം തീർക്കാൻ നിങ്ങൾ നാളെ വേറെ പരിപാടിയൊക്കെ നോക്കൂ. നമ്മൾ കൃത്യമായി അഷ്റഫി വെല്ലുവിളിച്ചു സംവാദത്തിന് ബിദ്അത്തിനെ കുറിച്ച്. ബിദ്അത്ത് എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെട്ട് നബിദിനാഘോഷം ബിദ്അത്താണ് എന്നാണ് അവർ പറയുന്നത്, അത് അനാചാരമാണെന്നാണ് അവർ പറയുന്നത്, അതിലെല്ലാം പെട്ട്. അതുകൊണ്ട് ബിദ്അത്തിനെ കുറിച്ച് ഒരു സംവാദം നടത്താൻ ഈ ചെറുപാടിയുടെ മണ്ണിൽ ഞങ്ങൾ തയ്യാറാണെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ നേതാവ് അഷ്റഫി വെല്ലുവിളിച്ചപ്പോ അദ്ദേഹം കളിയാക്കി, പല്ലിളിച്ച് കാണിച്ച്, പരിഹസിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താ? ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുക, എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് പരിഗണിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കക്കുപ്പടി തയ്യാറാണെങ്കിൽ ഈ ചെറുവാടിയിൽ ഞങ്ങളിതാ കമ്പിലെ സംവാദം പ്രദർശിപ്പിക്കും. കക്കുപടി തയ്യാറാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കമ്പിൽ നടന്ന ആ സംവാദം അത് ഞങ്ങൾ പ്രദർശിപ്പിക്കും. അത് നമുക്ക് ഒരുമിച്ച് നിന്ന് കാണാം. ചെറുവാടി നമുക്ക് ഒരുമിച്ച് നിന്ന് കാണുമെന്ന് പറഞ്ഞാൽ നേരത്തെ മൊയ്ഡ് മാഷ് പറഞ്ഞല്ലോ, ആ പഴയ CD ഇടുക, അല്ലെ പഴയ കാസറ്റ് ഇടുക. നിങ്ങളെ പഴകി പൊളിച്ച ആശയങ്ങൾ കേൾക്കാനുള്ളതല്ല. ഇത് ന്യൂ ജനറേഷനാണ്, ഇത് AI-യുടെ കാലഘട്ടമാണ്. ഇവിടെ ചെറുവാടി അങ്ങാടി കൂടിയിട്ട് പഴയ CD ഇട്ടുകൊണ്ട് കാര്യമുണ്ടോ? പുതിയ വർത്താനത്തിന് നിങ്ങൾ ഓരോ ദിവസവും അപ്ഡേഷനുള്ള പാർട്ടിയാ. ഇന്നൊന്നാണെങ്കിൽ നാളെ മറ്റൊന്ന്, അതിൻ്റെ പിറ്റേന്ന് വേറൊന്ന്. ഇങ്ങനെ ഒരു ഇസമായ വഹാബി പ്രസ്ഥാനം, അവർക്ക് കേസറ്റ് ഇട്ടിട്ട് എന്ത് കാര്യമുള്ളത്? നേരെ വരണമെന്ന് അഷ്റഫി പറഞ്ഞപ്പോ, നമ്മൾ വെല്ലുവിളിച്ചപ്പോ മൂസ സലാഹി പറയുന്നത് കേട്ട് നോക്കൂ. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. എന്തിന്? ഈ ചെറുവാടി അങ്ങാടിയിൽ ആ കമ്പിൽ സംവാദം 2 കൂട്ടർക്കും ഒന്ന് പ്രദർശിപ്പിക്കാം. ഞങ്ങൾ ആ സംവാദത്തിൽ 100ൽ 100 തൃപ്തരാണ്. ഞങ്ങൾക്ക് റാഹത്തായ സംവാദമാണ്. ഇതേ വിഷയം, ഇനി ഒന്നും വേണ്ട. അനാചാരങ്ങൾ, സുന്നത്ത്, ബിദ്അത്ത്, മീലാദ് എല്ലാം ഒരു ദിവസം ഫുള്ളല്ലേ? നിങ്ങൾ മറന്നു കക്കുപടിയത്? മറന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഭാഗം കേൾക്കാം കേട്ടോ. ചെറിയ ഭാഗം എന്ന് പറഞ്ഞാൽ കമ്പിലെ സംവാദത്തിൽ ഫൈസൽ മൗലവി ഇങ്ങനെ ചാടിക്കളിക്കുന്നതും അദ്ദേഹം ഒച്ചട്ട് സംസാരിക്കുന്നതും അതൊരു വലിയ വിജയമായിട്ട് ആഘോഷിക്കാൻ. എന്നാൽ കൃത്യമായി കിതാബുകൾ നിരത്തി നിങ്ങളെ കിതാബ് തപ്പുന്ന
നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് എന്നിട്ടും നിങ്ങൾക്ക് തെളിവ് കണ്ടുപിടിക്കാൻ കഴിയാത്ത സമസ്തയുടെ ധീരോദാത്തമായ അതിശക്തമായ ആലപ്പുഴ സംവാദം ഇതാ നിങ്ങളെ പഠിപ്പിക്കും. ആലപ്പുഴ സംവാദം നിങ്ങൾ കണ്ടു നോക്കൂ. പിന്നെ ഇവര് കൊണ്ടുവരുന്ന തെളിവുകളും സൂക്ഷ്മമായി ഞങ്ങൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും, നിരീക്ഷിക്കുക തന്നെ ചെയ്യും. സംശയമൊന്നുമില്ല. നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ വേണ്ടി പോയതല്ലോ. ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നതേ. കാരണം അത് വലിയൊരു സംഭവമല്ലേ. സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്നാ പറഞ്ഞത്. നിങ്ങൾ ഉദ്ധരിച്ച ആ തെളിവ് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ സൂക്ഷ്മ നിരീക്ഷണത്തിൽ കിട്ടൂലേ, ആ ബൈനോക്കുലറിൽ അത് കണ്ടെത്തൂലേ എന്ന നിലയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ന്യായമായ ചോദ്യമാണത്. അത് നിങ്ങൾ വിടൂലേ. പിന്നെ ഇവര് കൊണ്ടുവരുന്ന തെളിവുകളും സൂക്ഷ്മമായി ഞങ്ങൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും, നിരീക്ഷിക്കുക തന്നെ ചെയ്യും. സംശയമൊന്നുമില്ല. പിന്നെ ഇവര് കൊണ്ടുവരുന്ന തെളിവുകളും സൂക്ഷ്മമായി ഞങ്ങൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും, നിരീക്ഷിക്കുക തന്നെ ചെയ്യും. സംശയമൊന്നുമില്ല. പിന്നെ ഇവര് കൊണ്ടുവരുന്ന തെളിവുകളും സൂക്ഷ്മമായി ഞങ്ങൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും, നിരീക്ഷിക്കുക തന്നെ ചെയ്യും. സംശയമൊന്നുമില്ല. തിരക്കിട്ട് തരാ അനസ് മൗലവി, എനിക്ക് സമയം കഴിഞ്ഞു. കണ്ടോ, ചോദ്യാവസരം കഴിഞ്ഞു. തപ്പണാണ്ടങ്ങള് അവിടെ കൃത്യമായി നമ്മുടെ സമസ്തയുടെ നേതാക്കന്മാര് ചോദ്യം ചെയ്തപ്പോ കിതാബിലെ ആ ഇബാറത്ത് വായിക്കാൻ കഴിയാതെ എവിടെയുള്ളത് തപ്പാൻ അവർ പല സ്ഥലത്തും തപ്പണ രംഗങ്ങൾ കണ്ടു. കിട്ടിയിട്ടില്ല, തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ വിഷ്ടത്തിന്റെ മൗലവി അടുത്ത് വന്നിട്ട് പറയും, അത് ആലപ്പുഴ സംവാദ കേന്ദ്രമുകാരായിട്ടല്ലേ, അവര് ഞങ്ങളെ എതിർ ഗ്രൂപ്പല്ലേ, ഞങ്ങൾക്ക് നിങ്ങളൊക്കെ കണക്ക് തന്നെയാണ്, എതിർ ഗ്രൂപ്പല്ലേ എന്ന് പറയും. എന്നാൽ ആ വേദിയിൽ നിങ്ങളുടെ KNM-ന്റെ അഥവാ നിങ്ങളുടെ ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്ന KNM-ന്റെ സംസ്ഥാന നേതാവ് അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള വേദിയില നമ്മുടെ ഇസ്തിഖാമയുടെ പണ്ഡിതന്മാർ നിങ്ങളെ മുട്ടുവറപ്പിച്ചത്. ആ സംഭവം നിങ്ങൾ കണ്ടു നോക്കുക. അത് പ്രദർശിപ്പിക്കണോ വേണ്ട? അപ്പൊ നിങ്ങൾ പറയും പിന്നെ ഞങ്ങളെ ആളുകളുമായിട്ട് നടത്തിയ സംവാദം കാണിച്ചു തരീൻ. കോഴിക്കോട് നിങ്ങൾ മറന്നിട്ടുണ്ടോ? കോഴിക്കോട് മുഖാമുഖം സംവാദം നിങ്ങൾ മറന്നിട്ടുണ്ടോ? ഇസ്തിഗാസ അവിടെ വെച്ചുകൊണ്ട് ഇസ്തിഖാമയുടെ ചുണക്കുട്ടികൾ ബഹുമാനപ്പെട്ട മുജ്തബ ഫൈസിയെ പോലെയുള്ള പണ്ഡിതന്മാർ നിങ്ങളെ വിസ്റ്റം ഗ്രൂപ്പിന്റെ ആ സംവാദത്തിന് വന്ന സൽമാൻ എന്ന് പറയുന്ന ആ മൗലവിയെ വിറപ്പിച്ചു കളഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് വന്ന് ഒരു സ്വഹാബി ഇസ്തസ്ഖിലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ എന്ന് പറഞ്ഞ് ഇസ്തിഗാസ നടത്തിയ സംഭവം, അത് ഇസ്തിഗാസയല്ല, അങ്ങനല്ല എന്ന് പറഞ്ഞപ്പോ അത് ഇന്ന കിതാബിലുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ കിതാബിനെ തള്ളിപ്പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുജ്തബ ഫൈസി കൃത്യമായി ഫതഹുൽ ബാരി എടുത്തു. ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങൾ തന്റെ ഫതഹുൽ ബാരിയിൽ പറഞ്ഞ കാര്യം കൃത്യമായി വായിച്ചു. അവിടെ വെച്ചുകൊണ്ട് മധ്യസ്ഥൻ പോലും അവിടെ അവരുടെ മധ്യസ്ഥനായി വന്ന ആള് അവിടെ പിന്നെ മുട്ടുവറക്കുന്ന അല്ലെങ്കിൽ അവിടെ ബബ്ബ പാടിക്കുന്ന രംഗം ഉണ്ട്. നിങ്ങളുടെ വാദം ദജ്ജാലിന്റെ വാദം ഇൻഷാ അല്ലാഹ് ഇന്ന് തെളിയിക്കാൻ പോണേ, ഇപ്പൊ തെളിയിക്കും. മധ്യസ്ഥനോട് പറയാനുള്ളത്, ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇഖ്തിദാ സിറാത്തുൽ മുസ്തഖീമിൽ സഹാബി പോയത്, ഖബറിലേക്ക് പോയത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അംഗീകരിച്ചിട്ടുണ്ടെന്ന്. സഹാബി പോയത് അംഗീകരിച്ചെന്നുള്ളത് ഇഖ്തിദാ സിറാത്തുൽ മുസ്തഖീമിൽ കാണിക്കണം. കളവ് നടത്തിക്കൊണ്ടല്ല സംവാദം നടത്തുന്നത്, കളവ് നടത്തിക്കൊണ്ടല്ല. ഇപ്പൊ ഞങ്ങളെ ചോദ്യം കൃത്യമായി തന്നെ പറഞ്ഞു. ഈ കള്ളൻ അഹമ്മദ് സൈനി ദഹ്ലാൻ അദ്ദേഹം പറയുന്നതറിയോ? ബൈഹഖിയുടെയും ഇബ്നു അബീ ശൈബയുടെ കിതാബിലുണ്ട് ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി പോയി എന്നുള്ളത്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഏത് പോയെന്നറിയോ? ഇഫ്രീത്തിനെ വെല്ലുവിളിച്ചതുപോലെ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? ഇബ്നു അബീ ശൈബയുടെ കിതാബിൽ ബിലാൽ ഇബ്നു ഹാരിസ് പോയി കാണിക്കാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ഇമാം ബൈഹഖിയുടെ കിതാബിൽ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല. ഞങ്ങൾക്ക് കാണിക്കേണ്ടത് ഇവിടെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ സഹായി പോയത് അംഗീകരിച്ചു എന്നുള്ള ഭാഗം കാണിക്കാൻ മധ്യസ്ഥന് കൊടുക്കണം. ഇല്ലെങ്കിൽ കളവ് പിൻവലിക്കണം. ആ കാണിക്ക്. എന്തിനാണ് ഇങ്ങനെ പ്രകോപിതനാവേണ്ട ആവശ്യം എന്താ? ഇവിടെ കേറി വരുമ്പോൾ ആ ചിറിപ്പ കാണാനല്ലോ. എന്തിനാണ് ഇങ്ങനെ ചൂടവിടെ? ഒരു കാര്യട്ടോ, നിങ്ങളെ ഇബ്നു തൈമിയ്യനെ ഉദ്ധരിച്ചപ്പോഴോ ആരെ പറയും ഞങ്ങൾ കള്ള എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല. ഒരു മാന്യമായ സഭ്യമായ ഭാഷ ഉപയോഗിക്കേണ്ട സുഹൈൽ മൗലവി. നിങ്ങൾ എന്നിട്ടാ ഫേസ്ബുക്കിലത്തെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോ എന്തോ ഒരു നല്ല ചിരിയെന്ന് ഇപ്പൊ നോക്കി നിങ്ങൾ ഒലക്കെ മിണിങ്ങിയ പോലെ ആയിണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങള് വിഷയാവതരണത്തിന് ഞങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ വിഷയാവതരണം ശരി കേൾക്കണ്ടേ? ആ നേരത്തെ അവിടെ കമ്പ്യൂട്ടർ നോക്കിയിരുന്ന കാര്യം മനസ്സിലാവൂ.
വിഷയാവതരണത്തിൽ ഞങ്ങൾ എന്താ പറഞ്ഞത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഖബർ ഷരീഫിന്റെ അരികിൽ വന്നു നിന്നിട്ട് സ്വഹാബി നബി തങ്ങളോട് സഹായം തേടിയ സംഭവം ഉണ്ടായിട്ട് ഞങ്ങൾ പറഞ്ഞു. എവിടെന്ന് ചോദിക്കങ്ങള്? ആരാ പറഞ്ഞത്? ആരാണ് സ്ഥാപിച്ചത്? ആ സംഭവം എവിടൊക്കെ ഉണ്ട്? ഇബ്നു തൈമിയ്യ ഉദ്ധരിച്ചിട്ടുണ്ട് ആ സംഭവം. എന്നാൽ ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി റളിയല്ലാഹു അൻഹു ആണ് ആ പോയതെന്ന് പറഞ്ഞത് ഞങ്ങളുടെ വകയല്ല, ഞങ്ങളുടെ ഉദ്ധരണം എടുത്തതല്ല. മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിന്റെ എല്ലാ ന്യൂനതകളെയും തിരിച്ചറിയുന്ന ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഇമാം പറയാണ്, പറയുന്ന തഹ്കീഖിന്റെ ഇബാറത്ത് കൊണ്ടാ പറയുന്നത്. അസ്ഖലാനി ഇമാം പറയുന്ന വാചകം കാര്യങ്ങള് മഹാനായ ഇമാം അസ്ഖലാനി റളിയല്ലാഹു പറയുന്നു, ഹുവ ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി, ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നിയാണ്. ആരാണ്? ബേജാറാവില്ലേ? അവസരമുണ്ടല്ലോ, ചൂടാവില്ലേ? ആരാണ്? ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നിയാണ്. ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി ആരാ? അഹദുസ് സ്വഹാബ, അത് സ്വഹാബികളിൽപ്പെട്ടയാളാ. പറയുന്നത് ആരാ? ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിച്ച ഈ സ്വഹാബിയുടെ സംഭവം എവിടെയുണ്ട്? ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിലുണ്ട്, മുസന്നഫ് ഇബ്നു അബീ ശൈബയിലുണ്ട് സംഭവം. സ്വഹാബിയാണെന്ന് ആരാ പറഞ്ഞത്? അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇമാം അസ്ഖലാനി ഇമാം കള്ളനാണോ? സൈഫിലെ കള്ളൻ എന്ന് പറഞ്ഞ നാക്കുകൊണ്ട് സൈനി ദഹ്ലാൻ തങ്ങൾ റഹിമഹുല്ലാഹ് കള്ളൻ എന്ന് പറഞ്ഞ നാക്കുകൊണ്ട് സുഹൈൽ മൗലവി നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇമാം അസ്ഖലാനി കള്ളനാണോ? ഇമാം അസ്ഖലാനി തങ്ങളാണ് പറയുന്നത് ഇത് സ്വഹാബിയാണെന്ന്. ഞങ്ങളുടെ വകയല്ല. ഈ സംഭവം എവിടെയുണ്ട്? അത് നിങ്ങളുടെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഇബ്നു തൈമിയ്യ അംഗീകരിച്ചിട്ടുണ്ട്. സ്വഹാബിയാണെന്ന് ആര് പറഞ്ഞു? ഇമാം അസ്ഖലാനി തങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടെന്താ അറിയോ? ഇത് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി അല്ല എന്ന് ഏതെങ്കിലും ഒരു കിതാബ് കൊണ്ട് തെളിയിക്കോ? അവിടെ പോയിന്റ്. ഇത് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി അല്ലാന്ന് നിങ്ങൾ തെളിയിക്കോ? ഞങ്ങൾ പറഞ്ഞു സ്വഹാബി പോയി. ആര് പറഞ്ഞു? ഇമാം അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി കള്ളനാണോ? അപ്പൊ ആരാ സ്വഹാബി പോയതെന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞത്? അസ്ഖലാനി. ഇനി സ്വഹാബിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? സ്വഹാബിയല്ല എന്ന് ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞോ? സ്വഹാബിയല്ല ആ പോയത് സ്വഹാബിയല്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഉദ്ധരിച്ചാൽ കണ്ട ഉള്ളം കയ്യിൽ നിന്ന് മരം പറിച്ചിരുന്നത് ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്ക്. അഹ്ലു സുന്നയുടെ പിന്നെ എത്ര അവസരമുണ്ടായി? ഖുർആൻ, സഹീഹായ ഹദീസ്, ഇജ്മാഅ്, ഖിയാസ് വല്ല തെളിവ് ഉദ്ധരിച്ചു. അഭൗതിക മാർഗത്തിൽ അള്ളാഹുവിന്റെ പടപ്പുകളായ മഹാന്മാരോട് അവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കലും സഹായം ചോദിക്കലും ശിർക്കാണെന്ന് വാദിക്കണമെന്ന് ഒരു ഖുർആനായത്ത് നമ്മൾ വിഷയാവതരണത്തിൽ ആയത്ത് ധരിച്ചില്ലേ? അശാറത്തിലേക്ക് അഭൗതിക മാർഗമല്ല ഭൗതിക മാർഗമാണെന്ന് ഇവിടുന്ന് പറയും. മുജാഹിദ് വീണ്ടും പിളരും ഇവിടെ. അതല്ല രസം. മുജാഹിദ് വീണ്ടും പിളരും. ഇനി ധൈര്യമുണ്ടെങ്കിൽ സൈഫിനെ കള്ളനാണെന്ന് പറഞ്ഞ് ആ നാക്കുകൊണ്ട് സൈനി ദഹ്ലാൻ ഇമാമിനെ കള്ളനാണെന്ന് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കിയ സുഹൈൽ മൗലവി ആ നാക്കുകൊണ്ട് പറയണം ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി കള്ളനാണെന്ന്. ഞങ്ങളെ പഠിപ്പിച്ചത് ഇബ്നു ഹജർ തങ്ങളാണ്. സൗദിയിൽ നിന്ന് വന്ന ടിക്കറ്റ് പോയില്ലേ? സൗദി ടിക്കറ്റ് എന്തിനാണ്? എംടി ഉസ്താദ് എന്തിനാ? ഞങ്ങൾക്ക് തോന്നുകയാണ് ഞങ്ങൾ ശിഷ്യന്മാരെ പറഞ്ഞയച്ചാൽ മതി. മൂട്ടനെ കൊല്ലാൻ ആരെങ്കിലും ഒലക്കെടുക്കോ? എംടി ഉസ്താദ് പോകണല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ TP അബ്ദുൽ അഹമ്മദിനെ കൊണ്ടുവരി, അദ്രവാസലഫിനെ കൊണ്ടുവരി. നിങ്ങളെ ഇരിപ്പിടത്തിൽ നിന്ന് ഉയർപ്പിച്ചു കളയും ഞങ്ങളുടെ ഉസ്താദുമാര്. അതാണ് മംഗലാപുരത്ത് കണ്ടത്. മംഗലാപുരം സംവാദം കഴിഞ്ഞ് വണ്ടി കയറി പിടിച്ചപ്പോഴേക്കും കൂട്ടത്തിലുള്ള ഒരാൾ അപ്പുറം ശിർക്കിന്റെ വഴിയിലേക്ക് ചാടി. അതാണ് കളി. അതുകൊണ്ട് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നു ഇത് സ്വഹാബിയാണെന്ന്. എല്ലാ എന്നെങ്കിൽ തെളിവുദ്ധരിക്ക്. അല്ലെങ്കിൽ ഇമാം ഇബ്നു ഹജർ തങ്ങൾ കള്ളനാണോ? ഖാദിയാനികളുടെ വാദം പേറിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ അമ്പലം കൊള്ളുന്ന നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണതല്ല. മൂപ്പര് വിഷയാവതരണത്തിൽ മുഴുവൻ പറഞ്ഞ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകൾക്ക് ശിർക്ക് വരില്ല. അപ്പൊ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ടല്ലോ. നിങ്ങൾ കണ്ടിട്ടില്ല കോടതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ എത്ര മുസ്ലിങ്ങളുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫേസ്ബുക്കിലൂടെ വായിച്ച് മലയാളത്തിൽ വായിക്കുന്ന എത്ര മുസ്ലിങ്ങളുണ്ടാവും? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ഒരാൾ ശിർക്ക് വരുമെന്ന് പറഞ്ഞ ഉത്തരവുണ്ടെങ്കിൽ തെളിയിക്ക്. ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ കള്ളനാണോ?